ഹായ് ഹലോ, ഇന്ന് നമ്മളിന്ന് പുറത്ത് വന്നതാണേ. വേറെ എവിടെയല്ല, നമ്മുടെ തളവാപുരം പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് പനിയൊക്കെ പിടിച്ചിങ്ങനെ ഇരുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ പനിയൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും എവിടെയെങ്കിലുമൊക്കെ പോകാനും ഒക്കെ തോന്നില്ല. എനിക്ക് അങ്ങനെ കേട്ടോ, നിങ്ങൾക്കും അങ്ങനെയാണെന്നത് പറയണേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ ഞാനും മോളും കൊച്ചിനും മോളുമായിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടോ അവിടെ. സമയം പോകുന്നതേ അറിയത്തില്ല, എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കും ഞങ്ങൾ. ഭയങ്കര ഇഷ്ടമായിരിക്കും അവിടെ. അങ്ങനെ അതുപോലെ അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ കുറേ വള്ളങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, മീനൊക്കെ പിടിക്കുന്ന കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ വന്നിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അവരുടെ മീനും ഞണ്ടും ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ ഞങ്ങളവിടെ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഞണ്ടിനെ കണ്ടുകൊണ്ട് ആ ചേട്ടൻ പിടിക്കുന്ന കേട്ടോ ഇത്. അങ്ങനെ അവരുടെ കയ്യിൽ കുറച്ച് ഞണ്ടും കുറച്ച് മീനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ അത് കയറൊക്കെ എടുത്ത് വെച്ച് കെട്ടിത്തരുമായിരുന്നു കേട്ടോ. ഞണ്ടിനെ നമുക്ക് നമ്മളെ കയ്യിൽ കടിക്കുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ മെത്ത ഞണ്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അപ്പോൾ നമ്മുടെ അടുത്തൊന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞിട്ട് പുള്ളി തന്നെ പറഞ്ഞ് നിനക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളെ മീനൊക്കെ ഫ്രൈ ചെയ്ത് നിനക്ക് മസാലയൊക്കെ പുരട്ടി വറുത്താൽ മതിയെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ അവരതെല്ലാം പാക്ക് ചെയ്തൊക്കെ തന്നു കേട്ടോ, കുഞ്ഞും ഞണ്ടൂടെ. പക്ഷേ ലാഭമായിരുന്നു കേട്ടോ, മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ല ലാഭമായിട്ട് തോന്നി. കാരണം ഞണ്ട് തന്നെ ഒരു 17 എണ്ണം ഉണ്ടായിരുന്നു. മീനും അതുപോലെ തന്നെ കേട്ടോ, കണമ്പൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, കരിമീനും ഒക്കെ. പക്ഷേ കുറച്ച് നേരം കൂടെ നിന്നെങ്കിൽ അവർ കൊഞ്ച് കൊണ്ട് തന്നെ. ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞു 1 മണിക്കൂറൂടെ ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാൻ കൊണ്ടുതരാമെന്ന്. എൻ്റെ മോടെ ഫേവററ്റ് ആട്ടോ ഇതിന് കൊഞ്ചും ഞണ്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ ഹോസ്പിറ്റൽ അടയ്ക്കും, അതൊരു 9:30 മണി വരെയൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാം കൂടെ ഒന്ന് കാറിലൊക്കെ വെച്ച് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാവേ. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി ചാടിത്തുള്ളി പോവുക കുത്ത് പിടിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കുന്നൊരു കാര്യം കൊണ്ടാണ് 3 ദിവസമായി പനി വന്നിട്ട്. എന്നിട്ട് പോവാതെ ഇങ്ങനെ ഇരുന്നതാണ്. പിന്നെ വിചാരിച്ച് എന്തായാലും പോവാമെന്ന് കരുതി. പക്ഷേ സമയമില്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ഈ പാലത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേനെ കേട്ടോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ച് നേഴ്സ് ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ഒരു കുത്തൊക്കെ മേടിച്ചപ്പോൾ എന്താ ഒരു സമാധാനം. എന്നാൽ പിന്നെ ഇനി വീട്ടിൽ പോയി ചാച്ചാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ട് കൃഷ്ണമോൾ പോയി ഗേറ്റൊക്കെ തുറന്നു തരുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.